ആലപ്പുഴയിൽ CPM-ന്റെ പ്രമുഖനായ നേതാവ് ജി സുധാകരൻ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുമായി തർക്കത്തിലാണ്. ഇപ്പോൾ തന്നെ ഈ പാർട്ടി സമ്മേളനങ്ങളെ അദ്ദേഹത്തെ ക്ഷണിക്കുന്ന ഒരു അവസ്ഥ പോലുമില്ല. ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന ഏറ്റവും പ്രധാന വാർത്ത, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് KC വേണുഗോപാലുമായി ചർച്ച നടത്തുകയാണ്. അദ്ദേഹം ഇനി കോൺഗ്രസിലേക്ക് പോവുകയാണ്. സന്ദീപ് വാര്യറിന് ശേഷം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണോ? അദ്ദേഹത്തെ സുധാകരനെ പോലെ ഒരാളെ ആലപ്പുഴയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു വിജയമായിരിക്കും. പ്രത്യേകിച്ച് കോൺഗ്രസിന് അടിത്തറ കുറവുള്ള ഒരു മണ്ണാണ് ആലപ്പുഴ. അവിടെ CPM-ന് പരമ്പരാഗതമായി തന്നെ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസ് കടന്നു കയറുകയാണോ? ഈ ജി സുധാകരന് ആലപ്പുഴയിൽ മാത്രമുള്ള നേതാവല്ല, കേരളം മുഴുവൻ ഉള്ള പ്രഗത്ഭനായ CPM-ന്റെ ഒരു നേതാവാണ്. 2021 അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്നേ ഉള്ളൂ. 2016 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അഴിമതിയില്ലാത്ത കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്ന, തൻ്റെ ഇടമുള്ള, അത് നട്ടെല്ലിനുറപ്പുള്ള ഒരാളായിരുന്നു, ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു. ആ ജി സുധാകരൻ കോൺഗ്രസിലേക്ക് പോകുന്നു. കോൺഗ്രസ് എന്നല്ല, ഇനി BJP-യിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും CPM-നകത്ത് നാശം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടല്ലോ, കരുനാഗപ്പള്ളിയിലും കൊഴിഞ്ഞാമ്പാറയിലും ചാത്തന്നൂരിലും അണികൾ നേതാക്കന്മാരുടെ നേരെ വിരൽ ചൂണ്ടി അവരെ മുറിയിൽ പൂട്ടിയിടുന്നു, ആക്രോശിച്ചുകൊണ്ട് കടന്നു വരുന്നു, പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. യുവന്മാരെയൊക്കെ നേരെയാക്കാൻ വേണ്ടി ജി സുധാകരനെ ഏത് തരത്തിലൊക്കെ ഒതുക്കാമോ ആ തരത്തിലൊക്കെ ഒതുക്കിക്കൊണ്ടുവരികയല്ലേ ചെയ്തത്. വീടിന് തൊട്ടടുക്കലാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഏരിയ സമ്മേളനം. വിളിച്ചോ? ഈ സലാം എന്ന് പറയുന്ന ഒരുത്തിന് വേണ്ടി വർക്ക് ചെയ്തില്ല എന്ന്. ജി സുധാകരൻ വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്തു 21. അതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ആരാണ്? എളമരം കരീം എന്ന് പറയുന്ന ഒരു വൻമരം. അത് പാർട്ടിയിലെ വേറൊരു ഒന്നാണ്. അദ്ദേഹമാണ് സുധാകരനെതിരെ എഴുതി വെച്ചത്. അങ്ങനെയാണ് തരം താഴ്ത്തിയത്. ഇനിയിപ്പോൾ KC വേണുഗോപാൽ കണ്ടു. ഇത് ആ കൂടിക്കാഴ്ച നമുക്കത്ര നിസാരമായിട്ടൊന്നും കാണാൻ കഴിയില്ല. വളരെ ഗൗരവം ഉള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് സുധാകരൻ കുറച്ചേറെക്കാലമായി പാർട്ടിയുടെ നേരെ നിശിത വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ KC വേണുഗോപാലുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിനകത്ത് എന്തെങ്കിലും ചില സൂചനകൾ നമുക്ക് തരുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് നമ്മൾ ഒക്കെ സംശയിച്ചിരുന്ന ഒരു കാര്യമാണ് സുധാകരൻ BJP-യിലേക്ക് പോകുമോ എന്നുള്ളത്. ചിലരൊക്കെ അതിന് പറഞ്ഞ ന്യായം എന്താണെന്ന് അറിയാമോ? സുധാകരൻ വീട്ടിൽ രാമായണം വായിക്കുമെന്ന്. ഈ രാമായണം വായിക്കുന്നതും സംഘിയാണെന്നു. അതെന്താ? രാമായണം എന്ന് പറയുന്ന മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനാണ് രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഇത്രയധികം ഈ വെക്കാബുലറി, പദസമ്പത്തുള്ള വേറൊരു കൃതി മലയാളത്തിൽ ഇല്ല. ഭാഷ പഠിക്കേണ്ടവൻ, കവിത എഴുതേണ്ടവൻ ഒക്കെ തന്നെ വായിച്ചിരിക്കേണ്ട ഒന്നാണ് എഴുത്തച്ഛൻ്റെ രാമായണം. അത് ഹിന്ദു ഭവനങ്ങളിൽ മാത്രമല്ല സൂക്ഷിക്കേണ്ടത്, ഭാഷയോടെ സാഹിത്യത്തോടെ താല്പര്യമുള്ളവരൊക്കെ തന്നെ വായിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ ഒരു ഗ്രന്ഥം തന്നെയാണ് എഴുത്തച്ഛൻ്റെ രാമായണം. പിന്നെ അതിനെ അല്പം ഹൈന്ദവവൽക്കരിച്ചു. കർക്കിടക മാസം മുഴുവൻ രാമായണം വായിക്കണം. എന്നും രാമായണം വായിക്കുന്ന വീടുകളുണ്ട്. സുധാകരനൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടുകളിലൊക്കെ എന്നും രാമായണം വായിക്കുന്ന, അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ രാമായണം വായിക്കുന്നത് കേട്ടാണ് വളർന്നതെന്ന്. അദ്ദേഹത്തിന് ഒരു കവിത്വമുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് രാമായണവും അദ്ദേഹം വായിക്കുന്നു. ഉടനെ അദ്ദേഹത്തെ സംഘി ആക്കി കളഞ്ഞു. ഇങ്ങനൊരു കുഴപ്പമുണ്ട്. ശബരിമലയ്ക്ക് പോകുന്നവനെ സംഖ്യയാക്കുന്ന കുറേ CPM-കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് പല ഇങ്ങനെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പം നിസ്സാരമായിട്ട് കാണാൻ കഴിയത്തില്ല. കോൺഗ്രസിലേക്ക് പോകുമെന്ന് ആരെങ്കിലും കരുതിയില്ല. പക്ഷേ അദ്ദേഹം ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിനെന്തെങ്കിലും ഒരു അന്ത്യം എവിടെങ്കിലും വെച്ചുണ്ടാകും എന്ന് പലരും കണക്ക് കൂട്ടി. ഈ കോൺഗ്രസിലേക്ക് KC വേണുഗോപാൽ വെറുതെ വന്നൊന്നും കയറത്തില്ല. KC വേണുഗോപാൽ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവാണ്, ആലപ്പുഴയുടെ MP-യുമാണ്.
അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ആലപ്പുഴയിലെ വികസന കാര്യങ്ങളെക്കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോടെ ടെലിഫോൺ വഴി അതോടൊപ്പം തന്നെ ഈ സമയമുണ്ടല്ലോ, ഈ പാർട്ടി സമ്മേളനം നടക്കുന്ന, തർക്കം നടക്കുന്ന, വിഭാഗീയത നടക്കുന്ന ഈ സമയത്തിന് വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ സമയമാണിത്. മറ്റെന്തെങ്കിലും കാര്യം സംസാരിക്കുകയാണെങ്കിൽ ടെലിഫോൺ വഴി മതി. ഇവിടെ അതല്ല. ദേശീയ തലത്തിൽ തന്നെ ഇത് ചർച്ച നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളാണ് KC വേണുഗോപാൽ. കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് വരാൻ കുപ്പായം തുന്നി വെച്ചിരിക്കുന്ന ആളാണ്. അതൊക്കെ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് കെട്ടിയിറക്കും. അത് നോക്കിക്കോണം, 2026 അത് സംഭവിക്കും. ഇവിടുത്തെ ഈ കോൺഗ്രസ് ഉണ്ണാക്കന്മാരെല്ലാം കൂടെ കിടന്ന് അടി കൂടിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ KC വേണുഗോപാൽ ഒന്ന് മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും നല്ല ഒരു ഓഫർ സുധാകരന് കിട്ടിയിട്ടുണ്ട്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓഫറൊന്നും അല്ല കേട്ടോ. സുധാകരൻ ഉണ്ടാക്കാവുന്നെങ്കിൽ എന്തെല്ലാം ഉണ്ടാക്കാമായിരുന്നു. അദ്ദേഹം വളരെ ലാളിത്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിമന്ദിരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും ഒരു മത്സരത്തിന് തയ്യാറാകുമോ അടുത്ത 2026? അല്ല, അദ്ദേഹം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും അവിടെ പിടിച്ചടക്കും അദ്ദേഹം. അത് ഈ CPM ഉണ്ടാകുന്ന വലിയ അടിയാണ്. ആലപ്പുഴ അമ്പലപ്പുഴയിൽ ഇനിയും നടക്കാൻ പോകുന്നത് അതിശക്തമായ മത്സരമായിരിക്കും. അത് കോൺഗ്രസും BJPയും തമ്മിലുള്ളതാണ്. CPM അവിടെ അപ്രസക്തമായി തീരുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പൊ സുധാകരനെ പോലുള്ള ഒരാൾ അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണ്? ഇപ്പൊ BJPയിൽ നിന്നാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത്. അത് BJP കേരളത്തിൽ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു നമുക്കറിയാം. ഇവിടെ CPMന്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു. കരുനാഗപ്പള്ളിയിൽ വലിയ കലാപം, കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര സമ്മേളനം കൂടുന്നു. കരുനാഗപ്പള്ളി ഒക്കെ തന്നെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. CPMൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സുധാകരൻ കോൺഗ്രസിൽ പോകുന്നുണ്ടെങ്കിൽ ആരാണ് അവിടെ എത്തിച്ചതെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ തന്നെയാണ്. CPMലെ ഏകഛത്രാധിപതിയായിട്ടിരിക്കുന്ന പിണറായി വിജയനാണ് പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അണികൾ ഇപ്പോൾ കലാപസ്വരം ഉയർത്തിക്കൊണ്ട് പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് അടുക്കുന്നത്. നാളെ AK സെന്ററിലും വരും. അവിടെ അവർ വരും പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട്, ഗോവിന്ദനെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചുകൊണ്ട്, ഗോവിന്ദ ഗോപാല എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലല്ല. CPMനകത്ത് സ്ഥിതി അതീവ ഗുരുതരമാകും. സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൊല്ലത്ത് വെച്ചാണ് നടക്കാൻ പോകുന്നത്. തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴയിലുള്ള കേരളത്തിൻ്റെ സമുന്നതനായ നേതാവ് 2021 ഒതുക്കിയില്ലേ? എന്തിനു വേണ്ടിയാണ് 2021 സുധാകരനെ ഒതുക്കി നിർത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. തോമസ് ഐസക്കിനെ ഒതുക്കി നിർത്തി, EP ജയരാജനെ ഒതുക്കി നിർത്തി. EP ജയരാജൻ BJPയിലേക്ക് പോകും നമ്മൾ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. EP ജയരാജൻ BJPയിലേക്ക് പോകും, ഉറപ്പാണ്. അതിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു സമയത്ത് അദ്ദേഹം പോയി കഴിഞ്ഞാൽ കണ്ണൂരിൽ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് പലരും കണക്ക് കൂട്ടി. പലരുമല്ല, അദ്ദേഹത്തിന് ഭീഷണി ഉയർന്നു. അതുകൊണ്ടാണ് ആ വെച്ച കാല് പുറകോട്ട് എടുത്തത്. അദ്ദേഹത്തിന് പാർട്ടിയിൽ ഉണ്ടായ അവഗണന എന്ന് പറയുന്നത് ചില്ലറയല്ലല്ലോ. MV ഗോവിന്ദന്റെ സ്ഥാനത്തിരിക്കേണ്ട ആളാണ്. അത് മറികടന്ന് പോയത് ആരാണ്? പിണറായി വിജയൻ തന്നെയാണ് കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയത്. പിണറായി വിജയനാണല്ലോ മൊത്തം കൊണ്ടുപോകുന്നത്. എത്ര വർഷമായിട്ട്, 4 നൂറ്റാണ്ടായിട്ട് പാർട്ടിയെ മുഴുവൻ തൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ. അങ്ങനെ നിർത്തിയത് കൊണ്ടാണ് സുധാകരനെ ഒതുക്കിയത്, തോമസ് ഐസക്കിനെ ഒതുക്കി, എന്നിട്ട് കൊണ്ട് പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചു, പരാജയപ്പെടുത്തി. ഇനിയിപ്പോൾ സുധാകരൻ ഇത്തരത്തിൽ പോവുകയും ചെയ്യും. അല്ല, അപ്പോൾ KC വേണുഗോപാലുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് നിസ്സാരമല്ല. അങ്ങനെ സുധാകരൻ കൂടെ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും കോൺഗ്രസിന് ഒരു ലോട്ടറി അല്ലേ? കാരണം സന്ദീപ് വാര്യറിന് ശേഷം അടുത്ത സുധാകരൻ ആണ്. എന്തായാലും ഈ 2026 അധികാരത്തിൽ എത്താമെന്ന സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതല്ലേ ഇവരുടെ എല്ലാം വരവ്. കോൺഗ്രസിന് ഓരോ ഉപതെരഞ്ഞെടുപ്പ് കഴിയും തോറും അവരവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയും വർദ്ധിപ്പിക്കുന്നുണ്ട്. BJPക്ക് പക്ഷേ അവരുടെ വിഭാഗീയത അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നിച്ച് കയറി വരാനായിട്ട് കഴിയുന്നുമില്ല, തമ്മിലടി കാരണം. കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നേറുന്ന സാഹചര്യത്തിലാണ് KC വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ വന്ന് CPMൽ ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ കാണുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.